മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകിയ മറ്റൊരു ദിവസം കൂടി ദൈവത്തിന് നന്ദി പറയുവാനും മഹത്വപ്പെടുത്തുവാനുമായി നാം നമ്മെ തന്നെ സമർപ്പിക്കുക. സകല ചരാചരങ്ങളോടും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ ആരാധിക്കുവാനും ഇന്നേ ദിവസം നമുക്ക് സമർപ്പിക്കാം. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കൃപയിൽ വളരുവാൻ തക്കവിധം ദൈവമേ, ഞങ്ങളെ അങ്ങ് വിളിച്ചതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥനയോടെ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് പ്രത്യേകിച്ച് ഈ പ്രഭാത വിരുന്ന് എന്ന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഇന്ന് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിന് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ പ്രീതികരമാകുവാൻ തക്കവിധം പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിലൂടെ വലിയ ദൈവാനുഭവം ഞങ്ങളുടെ എല്ലാം വ്യക്തിജീവിതങ്ങളിൽ, കുടുംബജീവിതങ്ങളിൽ, ഞങ്ങളായിരിക്കുന്ന സമൂഹ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് അമ്മ പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ നാം പങ്കെടുക്കുമ്പോൾ പ്രത്യേകമായി നമുക്ക് പഠന മേഖലയിലായിരിക്കുന്ന എല്ലാ കുട്ടികളെയും സമർപ്പിക്കാം. അവരുടെ പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ചിലരൊക്കെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. ആ കുഞ്ഞുങ്ങളെയെല്ലാം ദൈവസന്നിധിയിലേക്ക് ഇന്ന് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജ്ഞാനത്താൽ നിറയുവാൻ, ദൈവിക ശക്തിയാൽ നിറയുവാൻ, വലിയൊരു ദൈവാനുഭവത്തിലൂടെ തങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ഈശോ എല്ലാ മക്കളെയും അനുഗ്രഹിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് ദൈവിക ചൈതന്യം നമ്മിൽ നിറഞ്ഞ് വചനം സ്വീകരിക്കുവാൻ തക്കവിധം അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ മനസ്സിനെയും പ്രകാശിപ്പിക്കുകയും വചനം സ്വീകരിക്കുവാൻ തക്കവിധം നമ്മെ ഒരുക്കുകയും ചെയ്യുന്നത്. ആ ആത്മശക്തിയാൽ ഞങ്ങളെല്ലാം നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ആഗ്രഹത്തോടെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത്, ദുർജനങ്ങളുടെ മാർഗത്തിൽ ചരിക്കുകയുമരുത്.
അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അതിൽ സഞ്ചരിക്കരുത്. അതിൽ നിന്ന് അകന്നു മാറി നിങ്ങൾ കടന്നു പോവുക. ആ മാർഗത്തിൽ നിങ്ങൾ സഞ്ചരിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം കർത്താവ് നമുക്ക് നൽകുന്ന സന്തോഷത്തിൻ്റെ ഒരു സന്ദേശം ഇതാണ്. നമ്മൾ ഒരിക്കലും ദുഷ്ടരുടെ മാർഗത്തിൽ ചരിക്കരുത് എന്നാണ്. ഈ നോമ്പുകാലത്ത് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്ന് നമ്മുടെ ജീവിതങ്ങളെല്ലാം പരിശോധിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമ്മെ തന്നെ ഒന്ന് ക്രമപ്പെടുത്തുവാനായിട്ട് ആഗ്രഹത്തോടെ നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈശോ നമ്മോട് പറയുന്നത് മറ്റൊന്നുമല്ല, നാം ദുഷ്ടരോട് സഹവാസമുണ്ടാവരുത് എന്നാണ്. ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത്, ദുർജനങ്ങളുടെ മാർഗത്തിൽ ചരിക്കരുത്, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, അതിൽ സഞ്ചരിക്കരുത്, അതിൽ നിന്ന് അകന്നു മാറി കടന്നു പോവുക. അപ്പോൾ ദുർമാർഗത്തിൽ, ദുർസഹവാസത്തിൽ, ദുഷ്ടപാതയിൽ നാം ഒരിക്കലും ആയിരിക്കരുത് എന്നതിനെക്കുറിച്ചാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം ദുഷ്ടതയുടെ മാർഗം എന്ന് പറയുന്നത് അത് വളരെയധികം ഈസി ആയിട്ടുള്ളതാണ്, ഫ്രീ ആയിട്ടുള്ളതാണ്. അതിലൂടെ സഞ്ചരിക്കാനും നടക്കാനും എല്ലാം എളുപ്പമാണ്. നന്മയുടെ പാത എന്ന് പറയുന്നത് അതിൽ സഹനമുണ്ട്, അതിൽ മുള്ളുകളും കല്ലുകളും നിറഞ്ഞൊരു പാതയായിരിക്കും. സഹനത്തിൻ്റെ പാത ഇടുങ്ങിയതായിരിക്കും. അങ്ങനെയുള്ള പാതയിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ തിരുവചനം ഇവിടെ പഠിപ്പിക്കുകയാണ്, ദുഷ്ടരുടെ പാതയിൽ നിങ്ങൾ സഞ്ചരിക്കരുത്, ദുഷ്ടരോട് സഹവസിക്കരുത്, ദുഷ്ടരുടെ മാർഗത്തിൽ നടക്കരുത്, അതിൽ നിന്ന് അകന്നു മാറി നിങ്ങൾ കടന്നു പോകണം എന്നാണ്. ഇപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഇത്തരം ദുർമാർഗങ്ങളുണ്ട്, ദുർജനങ്ങളുണ്ട്, ദുഷ്ടരീതികളുണ്ട്. ഇതെല്ലാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന അല്ലെങ്കിൽ കടന്നു പോകുന്ന മേഖലകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മേഖലകളിൽ നാം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ അകന്നു മാറണം, ആ മാർഗത്തിൽ നിന്നും അകന്നു പോകണം. ആ മാർഗത്തെ നമ്മൾ ഒരിക്കലും സ്വീകരിച്ച് അതിൽ തുടരരുത്. നോമ്പുകാലമൊക്കെ നമ്മളിങ്ങനെ ആചരിക്കുമ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിൽ നമ്മെ തന്നെ ഒന്ന് ക്രമപ്പെടുത്തുവാനായിട്ടാണ് തിരുവചനം നമ്മെ പ്രത്യേകമായിട്ട് തിരുവചനം നമ്മോട് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നാം ദൈവസന്നിധിയിലായിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇത്തരം ഒരു മനോഭാവമാണ് നമുക്ക് വേണ്ടത്. ദുഷ്ടതയോടും തിന്മയോടും സഹവസിക്കാത്ത മനോഭാവം, അതിനോട് കൂട്ടുചേരാത്ത ഒരു മനോഭാവം, നന്മയിൽ ആശ്രയിക്കുവാനുള്ളൊരു മനോഭാവം, അത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും തിരുവചനത്തിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം റോമ 12, തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ. തിരുവചനം പഠിപ്പിക്കുകയാണ്, തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ എന്ന്. തിന്മയെ നന്മ കൊണ്ട് നാം കീഴടക്കണം. ഇത് വലിയൊരു തപസ്സാണ്. തിന്മ നിങ്ങളെ കീഴടക്കരുത്, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം. ഇത് സാധാരണ ഒരു കാര്യമല്ല. സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, മാനുഷികമായി ചിന്തിക്കുമ്പോൾ, എനിക്കെതിരെ തിന്മ ചെയ്യുന്ന വ്യക്തിയോട് ആ തിന്മയാണ് ആദ്യം മനസ്സിലേക്ക് കടന്നു വരുന്നത്. നന്മ ചെയ്യാനോ നന്മ ചിന്തിക്കുവാനോ സാധിക്കുകയില്ല. എന്നാൽ മാനുഷികതയിൽ നിന്ന് ദൈവികതയിലേക്ക് കടന്നു വരുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ അതിനോട് താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിക്ക്, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കാനായിട്ട് സാധിക്കും. കാരണം അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുകയാണ് നന്മ എന്ന് പറയുന്നത്. ആ നന്മയുള്ളിടത്ത് തിന്മ ഒരിക്കലും പ്രബലപ്പെടാൻ പോകുന്നില്ല. നന്മയുടെ ആ ഒരു സ്വാധീനത്തിൽ തിന്മയ്ക്ക് മങ്ങലേൽക്കും. തിന്മയ്ക്ക് മങ്ങലേൽക്കുകയും തിന്മ വിട്ടുപോവുകയും ചെയ്യും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് തിരുവചനത്തിൽ പറഞ്ഞത് തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ എന്ന്. അപ്പോൾ ഒരിക്കലും തിന്മ നമ്മെ കീഴടക്കുവാനായിട്ട് അനുവദിക്കാതിരിക്കണം. അതിനുവേണ്ടി ഈ ദിവസങ്ങളിലൊക്കെ
നാം പ്രാർത്ഥിക്കണം. തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ഈ നോമ്പുകാലം നമ്മോട് പറയുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മാർഗത്തിലാണ് ചരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് തിരുവചനത്തിൽ നാം വീണ്ടും ഇപ്രകാരം കാണുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 21-ാം തിരുവചനം. റോമ 14:21. മാംസം ഭക്ഷിക്കാതിരിക്കുകയും വീഞ്ഞു കുടിക്കാതെയും നിന്റെ സഹോദരന് പാപകാരണമാകുന്നതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നതാണ് നല്ലത്. മാംസം ഭക്ഷിക്കാതെയും വീഞ്ഞു കുടിക്കാതെയും സഹോദരങ്ങൾക്ക് പാപകാരണമാകുന്നതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നതാണ് നല്ലത് എന്ന് തിരുവചനം പറയുക. അപ്പോൾ ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മാംസവർജനം അത് നല്ലതാണ് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണെന്നല്ല പറഞ്ഞത്. മറിച്ച് ചില നിഷ്ഠകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ നമ്മൾ പാലിക്കുന്ന ആ നിഷ്ഠകളിലൂടെ ദൈവത്തിൻ്റെ കൃപ അധികമായി നമ്മിൽ നിറയും. ചില തിന്മകളെ നമുക്ക് ചെറുത്തു തോൽപ്പിക്കുവാനായിട്ട് സാധിക്കും. മാംസം ഭക്ഷിക്കാതെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ വീഞ്ഞു കുടിക്കാതെയും, വീഞ്ഞ് ലഹരിക്ക് അടിമപ്പെടുക, ലഹരിയുടെ പുറകെ പോവുക, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ പെടുന്നതാണ്. അപ്പോൾ വീഞ്ഞു കുടിക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വീഞ്ഞിനെക്കുറിച്ച് മാത്രമല്ല. അതായത് ഒരു വ്യക്തിക്ക് ക്ഷണിക സുഖം തരുന്ന അല്പസുഖത്തിൻ്റെ പുറകെ പോകാതിരിക്കണം, ലഹരിയുടെ പുറകെ പോകാതിരിക്കുക, മറ്റുള്ളവർക്ക് തിന്മ വരുന്നതൊന്നും ചെയ്യാതിരിക്കുക. അതാണ് സഹോദരന് പാപകാരണമാകുന്നതൊന്നും തന്നെ ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലത്. അതാണ് ഒരു നോമ്പിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ചൈതന്യത്തിലേക്കാണ് വളരേണ്ടത് എന്ന് ഈശോ നമ്മോട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിത മേഖലകളിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ആഴമായ ബോധ്യത്തോടെ പ്രാർത്ഥനയിലായിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത്തരം മേഖലകളിലാണ് നമുക്ക് മാറ്റം വരേണ്ടത്. കാരണം എല്ലാ കാലഘട്ടങ്ങളിലും ദൈവം മനുഷ്യനെ നയിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവം മനുഷ്യനെ നയിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിത്യമായ ആനന്ദവും ഉണ്ടാകാനാണ്. ക്ഷണിക സന്തോഷത്തിന് വേണ്ടിയല്ല, ക്ഷണികമായിട്ടുള്ളൊരു സുഖത്തിന് വേണ്ടിയല്ല, എന്നാൽ നിത്യമായ ആനന്ദത്തിന് വേണ്ടിയാണ്, നിത്യമായ സന്തോഷത്തിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ വിളിച്ചതും വിളിക്കുന്നതും. അപ്പോൾ ആ ഒരു ബോധ്യത്തോടെ ആയിരിക്കണം ഈ ദിവസങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. നാം ചെയ്യുന്ന ഓരോ തപോക്രിയകളും അതിനു വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് തിരുവചനം പറഞ്ഞത്, ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത്, ദുർജനങ്ങളുടെ മാർഗത്തിൽ ചരിക്കരുത്, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, അതിൽ നിങ്ങൾ ഒരിക്കലും സഞ്ചരിക്കരുത്, അതിൽ നിന്ന് അകന്നു മാറി നിങ്ങൾ കടന്നു പോകണം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന മേഖലകളാണ്. ഇതൊക്കെ കടന്നു വരാം, എന്നാൽ അതിലൊന്നും പ്രവേശിക്കരുത്, അതിനോടൊന്നും കൂട്ടിച്ചേരരുത്, അതിൽ നിന്നെല്ലാം അകന്നു മാറി അതിൽ നിന്നും നമ്മൾ കടന്നു പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം നന്മയോട് ചേർന്ന് നിൽക്കുന്നതായി തീരുവാൻ, നല്ലത് മാത്രം ആഗ്രഹിക്കുകയും നല്ലത് മാത്രം പ്രവർത്തിക്കുകയും നല്ലത് മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതമായി തീരുവാൻ നമുക്ക് ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തിരുവചനത്തിൻ്റെ ശക്തി നമ്മിൽ നിറയട്ടെ, നോയമ്പിൻ്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അതുവഴി വീണ്ടും ഒരു പുതിയ ഉണർവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഒരു നിമിഷം മൗനമായി നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഇപ്പോൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് ഇന്നത്തെ നിയോഗം നമുക്ക് ഓർക്കാം. പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് ഓർത്ത് സമർപ്പിക്കാം.
ദൈവത്തിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മാവ് അവരെല്ലാം നിറയുവാനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും സമർപ്പിക്കാം. ഒരുപക്ഷെ രോഗികളൊക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെയും പ്രത്യേകം ഓർക്കാം. പ്രായമായിട്ടുള്ള മാതാപിതാക്കളെ ഓർക്കാം. എല്ലാവരിലും ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കാം. സൗഖ്യത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ഈ പ്രഭാത വിരുന്ന് എന്ന ശുശ്രൂഷയെ സമർപ്പിക്കാം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഗുഡ്നസ് ചാനലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അനേകർക്ക് വചനം പങ്കുവയ്ക്കുന്ന വലിയൊരു ശുശ്രൂഷയെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. മരിയം കൂടാരങ്ങളിലൊക്കെ ആയിരുന്ന് ഇന്നത്തെ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകലരോടും ചേർന്ന് നമുക്ക് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ചേർത്ത് വെച്ച് പ്രാർത്ഥനയിൽ ചെലവഴിക്കുവാനായിട്ട് പരിശ്രമിക്കാം. സാധിക്കുന്നത്രയും വചനം വായിക്കുവാനും ജപമാല ചൊല്ലി സമർപ്പിക്കുവാനും കുരിശിൻ്റെ വഴി ചൊല്ലി സമർപ്പിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് ഈ ദിവസം ഒരല്പസമയമെങ്കിലും മാറ്റിവെക്കുവാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സകല വിശുദ്ധരോടും ചേർത്ത് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയുടെ വിശുദ്ധൻ്റെ പ്രത്യേക മധ്യസ്ഥത്തിന് സമർപ്പിക്കാം. നമ്മുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരെ നമുക്ക് ഓർത്ത് അവരുടെ പ്രാർത്ഥനാ സഹായം നമുക്ക് യാചിക്കാം. അതുപോലെ തന്നെ സകല മാലാഖമാർ, പ്രത്യേക കാവൽ മാലാഖമാരുടെ പ്രത്യേകമായിട്ടുള്ള സംരക്ഷണവും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും ചേർന്ന് പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ പുത്രനായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് സമർപ്പിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വിലപിക്കും മക്കൾക്ക് തിരുവിലാവിൽ നിന്നും തിരുരക്തമൊഴുക്കുന്ന തിരുസ്നേഹമേ അങ്ങേക്കാരാധന. ആയിരം ആരാധന അങ്ങേക്കാരാധന. ആത്മാവിലാരാധന. നിൻ തിരുരക്തത്താൽ എന്നെ കഴുകണേ സ്നേഹനാഥ. നിൻ തിരുരക്തത്താൽ എന്നെ കഴുകണേ സ്നേഹനാഥ. രോഗം മാറ്റും ശാപം നീക്കും സൗഖ്യം പകരും തിരുരക്തം. രോഗം മാറ്റും ശാപം നീക്കും സൗഖ്യം പകരും തിരുരക്തം. കാരുണ്യ സ്രോതസ്സായി ഒഴുകും രക്തം എന്നിൽ അത്ഭുതം തീർക്കും രക്തം. കാരുണ്യ സ്രോതസ്സായി ഒഴുകും രക്തം എന്നിൽ അത്ഭുതം തീർക്കും രക്തം. വിലപിക്കും മക്കൾക്ക് തിരുവിലാവിൽ നിന്നും തിരുരക്തമൊഴുക്കുന്ന തിരുസ്നേഹമേ നിൻ തിരുരക്തത്താൽ എന്നെ കഴുകണേ സ്നേഹനാഥ. നിൻ തിരുരക്തത്താൽ എന്നെ കഴുകണേ സ്നേഹനാഥ. അങ്ങേക്കാരാധന
ആയിരം ആരാധന അങ്ങേക്കാരാധന ആത്മാവിലാരാധന. കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. തിരുസഭയോട് ചേർന്ന് നമ്മൾ ആശീർവാദം സ്വീകരിക്കുന്നു. മാർപ്പാപ്പയോടും കർദിനാളന്മാരോടും മെത്രാന്മാരോടും എല്ലാ വൈദികരോടും സന്യസ്തരോടും സമർപ്പിതരോടും ദൈവജനത്തോടും എല്ലാം ചേർന്ന് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.